ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. ദീപു മതനിന്ദ നടത്തിയെന്ന ആരോപണത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചാണ് ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്ന പോലീസ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുസ്ലിം ആക്രമണകാരികൾ പെരുമാറിയത് രാക്ഷസന്മാരെ പോലെ എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. വിവരങ്ങൾ വീണ്ടും ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് ഈ മുസ്ലിം യുവാക്കൾ ഈ ദീപുവിനോട് പെരുമാറിയത് രാക്ഷസന്മാരെ പോലെ അതിക്രൂരമായാണ് ആ യുവാവിനെ കൊലപ്പെടുത്തിയതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇനി പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? എന്തായാലും ബംഗ്ലാദേശിന്റെ വാദങ്ങളെല്ലാം പൊളിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്, അല്ലേ ശ്രീകാന്ത്? മതനിന്ദ ആരോപിച്ചാണ് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ ഒരു കൂട്ടം അക്രമകാരികൾ തല്ലിക്കൊന്ന് ഒടുവിൽ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ചു കളഞ്ഞത്. ഇപ്പോഴിതാ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അയാൾ മതനിന്ദ നടത്തിയതിന് തെളിവില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കൂടി പുറത്തു വരുമ്പോൾ അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജോലിസ്ഥലത്ത് നിന്നും പിടിച്ചുകൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് പോയി ദീപുവിനെ അക്രമകാരികളായ പൊതുജനങ്ങൾക്ക് കൈമാറി എന്നാണ് പറയുന്നത്. പുറത്ത് കാത്തുനിന്ന ആളുകൾ ഈ ദീപു ചന്ദ്രദാസിനെ ക്രൂരമായി മർദ്ദിച്ചു, മുഖത്തും നെഞ്ചിലും അടിച്ചു, വടികൾ ഉപയോഗിച്ച് ക്രൂരമായി തല്ലി, രക്തം വാർന്ന് ദീപു ചന്ദ്രദാസ് തളർന്നു വീഴുന്നതുവരെ തല്ലി എന്നാണ് പറയുന്നത്. അതിനുശേഷം മൃതദേഹം ഏകദേശം 1 കിലോമീറ്റർ ദൂരം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒടുവിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയ അവിടുത്തെ മുസ്ലിം അക്രമകാരികൾ പെരുമാറിയത് രാക്ഷസന്മാരെ പോലെയാണെന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയിൽ പറയുന്നു. ഈ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അറിയാം അത് രാക്ഷസീയമായ കൊലയാണ് എന്നുള്ളത്. അതിനി ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു വരി കൂടി എഴുതി ചേർക്കേണ്ട കാര്യം പോലുമില്ല. ഒരു മനുഷ്യനെ രക്തം വാർന്ന് ചാവും വിധം കൊടും ക്രൂരമായി മർദ്ദിക്കുന്നു. ഒടുവിൽ 1 കിലോമീറ്റർ ആ മൃതദേഹം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഒടുവിൽ ഒരു മരത്തിൽ കഴുത്തിൽ കയറ് കുരുക്കി കെട്ടിത്തൂക്കിയിടുന്നു. ആ മരത്തിലിട്ട് കത്തിച്ച് ഒടുവിൽ ആ മൃതദേഹം താഴേക്ക് വീഴുന്നു. ഒരു മനുഷ്യൻ്റെ ജീവനോടെ ഇരിക്കുമ്പോഴും മരണശേഷം ആ മൃതദേഹത്തോടും ചെയ്യാവുന്ന മൃഗീയമായ രാക്ഷസീയമായ ക്രൂരതയാണ് ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനോട് മുസ്ലിം മതമൗലികവാദികൾ ചെയ്തത് എന്ന് വ്യക്തം. തീർച്ചയായും ശ്രീകാന്ത് പറയുന്നത് പോലെ തന്നെയാണ്. കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. അപ്പോൾ അത് അനുഭവിച്ച ഒരു യുവാവോ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹത്തോടുള്ള ക്രൂരത അങ്ങേയറ്റം തുടർന്നു എന്നാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകാന്താണ് വളരെ വ്യക്തമായി വിവരങ്ങൾ അവതരിപ്പിച്ചത്.